ഇന്ന് നമുക്കൊരു വെറൈറ്റി ഉപ്പുമാവിന്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ 2 പാക്കറ്റ് സേമിയ ചെറിയൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെക്കുക. ശേഷം വറവിനാവശ്യമായിട്ടുള്ള ഉള്ളി നമ്മൾ സ്ക്വയർ ടൈപ്പിൽ ചെറിയ 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, കട്ട് ചെയ്ത് വെക്കുക. ഈ സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് 1/4 പാത്രം വെള്ളം, 2 കഷ്ണം പട്ട, ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വെക്കണം. ഈ സമയം അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഉള്ളി വറുക്കാനായിട്ട് ചെറിയൊരു പാനിലേക്ക് കുറച്ച്, അധികം എണ്ണ വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. 7 മിനിറ്റാണ് എൻ്റെ ടൈമിങ്. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൈകൊണ്ട് ആ സേമിയ ഓരോന്നോരോന്നായിട്ട് പൊടിയാതെ എടുത്തിട്ട് കൊടുക്കണം. നമ്മളൊരു മരത്തിൻ്റെ തവി കൊണ്ട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ എണ്ണയും പട്ടയും അതുപോലെ ഉപ്പും എല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് അത് മൂന്നും കൂടെ ജോയിൻ്റ് ആവുന്നിടം വരെ നമ്മളിങ്ങനെ പൊടിയാതെ ചെറിയ രീതിയിൽ സൈഡിൽ നിന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഡ്രെയിൻ ചെയ്യാനുള്ള പരുവമായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാഷ് ബേസിനകത്തേക്ക് നേരത്തെ തന്നെ ഒരു അരിപ്പ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ അധിക നേരം വെള്ളത്തിലിരുന്നാൽ ഓവർ വെന്ത് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഊറ്റിയെടുക്കാം. അങ്ങനെ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഊറ്റിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ആണ് ബാക്കി കലാപരിപാടികൾ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നേരത്തെ വറുക്കാൻ വെച്ച ഉള്ളി ഇപ്പം മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് 2ആയി പിളർന്നത്, ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പ്, അതുപോലെ ഒരു കൈപ്പിടി മുന്തിരി, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വറുത്തെടുക്കണം. അങ്ങനെ നമ്മളത് അതിൻ്റെ പരുവമായിട്ടുണ്ട്. അത് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത് നമ്മൾ ദമ്മിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ 1 ഗ്ലാസ് പഞ്ചസാര, അതുപോലെ യെല്ലോ പൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഓപ്ഷണലാണ്. അതിനുശേഷം ഏലക്കാപ്പൊടി ഒരു ചെറിയ ഗ്ലാസ് ഏലക്കാപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. കൂടാതെ നമ്മൾ സാഫ്രാൻ ഇത് മസ്റ്റാണ്. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും കിട്ടും. അപ്പോൾ നമ്മൾ സാഫ്രാൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്, സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നമ്മുടെ വീട്ടിൽ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്.